ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമാണ് വിചാരിക്കുന്നു. ഇന്നെന്താ വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ സങ്കടം, വിഷമം, ഇമോഷണലി ഇതൊക്കെ വരാൻ കാരണം എന്തൊക്കെ ചോദിച്ചാൽ ഒന്ന് ബ്രേക്കപ്പ്, അതുപോലെ തന്നെ ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കാരണമുണ്ട്. അല്ലാതെ ഒരു സങ്കടം വിഷമം ആർക്കും വരില്ലല്ലോ. അപ്പോൾ പല സ്ഥലത്ത് ഒരു കാരണങ്ങളുണ്ടാവും. ഒന്ന് ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പിന്നെ കളിയാക്കൽ, കുറ്റം പറച്ചിൽ, തെറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്തിൻ്റെ പേരിലാണ് നമ്മൾ കളിയാക്കി അതിന് വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് അവരെ മുന്നിൽ വന്നിട്ട് നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മറ്റോല് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാണ്ട് ലാസ്റ്റ് നമ്മൾ ഇമോഷണലി എപ്പോഴും ഇങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ നോക്കുക. നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ തുടങ്ങും, എന്തിൻ്റെ പേരിലൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്, അതിനൊക്കെ വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു വിജയം ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ അതിന് പുറകെ ഓടിയില്ലെങ്കിൽ നമ്മൾ വിജയമില്ല. എപ്പോഴും ഇമോഷണലി ടെൻഷനും വിഷമവും എല്ലാം വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്, ജയിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. പിന്നെ ഈ ടെൻഷനും ബ്രേക്കപ്പ് എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് ഇമോഷനിൽ എപ്പോഴും ഇങ്ങനെ കൂടി വന്നിട്ട് അവസാനം നമ്മളൊക്കെ എന്ത് ജീവിച്ചിട്ട് എന്താ കാര്യമല്ലേ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. പൊട്ടത്തരാണ്. ജയിച്ച് കാണിച്ചു. ഈ ആത്മഹത്യ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പം മാക്സിമം അത് ഒഴിവാക്കുക. ഒന്നിനും പരിഹാരമല്ലേ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ, ഒന്നിനും പരിഹാരമല്ല. ഇത് നമ്മൾ മൊബൈൽ ഫോണ് നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടി കഴിഞ്ഞ് വിചാരിച്ച് നമ്മൾ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ നമ്മൾ സ്വന്തം ജീവിതത്തെ കളിക്കുന്നത്. അപ്പം മനസ്സിലാക്കണം. എല്ലാവരും ഒരു പെണ്ണ് പോയി വിചാരിച്ച് പോലെ അടിപൊളിയായിട്ട് ജയിച്ചു പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മളൊരു പുതിയ പെൺകുട്ടിനെ കൊണ്ടുവരണം. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ പോയി നമ്മൾ ഇമോഷനിലായിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പൊട്ടത്തരാണ്. മനസ്സിലായോ? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എപ്പോഴും തോറ്റു കൊടുത്ത് എപ്പോഴും ഇമോഷണലി ഒരിക്കലും നിൽക്കരുത്. നമ്മൾ ഓരോ ദിവസം പ്ലാൻ ചെയ്ത് ഒരു മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ, അങ്ങനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫോം വീണ് കഴിഞ്ഞാൽ അത് പുതിയതാക്കാൻ പറ്റും. പക്ഷേ സ്വന്തം ജീവിതത്തെയാണ് കളിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും നിൽക്കരുത്. ജയിച്ച് കാണിച്ചു കൊടുക്കണം. ഒരു മുന്നിൽ നിന്നിറക്കണം. അതാണ് വേണ്ടത്. പക്ഷി അതിന് വേണ്ടി മുന്നിലേക്ക് ചാടുന്ന തിരി. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജയിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇമോഷണലി ടെൻഷനൊന്നും വേണ്ട. അടിപൊളിയായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ബൈ.